കോട്ടയത്ത് കുട്ടിയെ തട്ടിയെടുത്ത സംഭവത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസ് മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തി. ഇന്നലെ മെഡിക്കൽ കോളേജിലെത്തിയ അഡീഷണൽ ചീഫ് സെക്രട്ടറി CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ സംഭവം ഇപ്പോഴും സർക്കാർ തലത്തിൽ അന്വേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണോ? രഞ്ജിത്ത്, 3 തലത്തിലുള്ള അന്വേഷണമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒന്ന്, മെഡിക്കൽ കോളേജിന്റെ ആഭ്യന്തര അന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണമാണ്. രണ്ടാമത്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടന്നു. മൂന്നാമത്തെ തലത്തിലാണ് സർക്കാർ തലത്തിലെ അന്വേഷണം. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇന്നലെ വൈകിട്ട് ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. എന്തായാലും 3 സംഘങ്ങളും എത്തിയിരിക്കുന്നത് ഗുരുതരമായ ഒരു വീഴ്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഒരു ജാഗ്രത കുറവ് അധികൃതരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ സംബന്ധിച്ച റിപ്പോർട്ട് ആശുപത്രി അധികൃതർ മുകൾ തട്ടിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സുരക്ഷാ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടെന്ന കാര്യവും അറിയിച്ചിരിക്കുന്നു. ഇതിനു ഉപരി ഈ ജീവനക്കാർക്കെതിരായ നടപടികൾക്കും അപ്പുറം ആശുപത്രിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ ബലപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ കൂടുതൽ കണ്ടെത്തലുകൾ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTV ക്യാമറകൾ മുഴുവൻ കൃത്യമായി പ്രവർത്തനക്ഷമമാക്കുക, മറ്റ് ആശുപത്രിയിൽ എത്തുന്ന കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കുമായുള്ള നിർദ്ദേശങ്ങൾ കൃത്യയിടങ്ങളിൽ കൈമാറുക, ID കാർഡ് അടക്കം പരിശോധിച്ച് കൃത്യമായ ഒരു ഐഡന്റിറ്റി വെളിവായ ശേഷം മാത്രമേ ആളുകളെ അകത്തേക്ക് കയറ്റിവിടാവൂ തുടങ്ങിയ കാര്യങ്ങളും കണ്ടെത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഘത്തിന്റെ അന്വേഷണം, പ്രത്യേകിച്ചും ആഭ്യന്തര അന്വേഷണ സമിതി ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇതിനകം റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റ് 2 സമിതികളും വരും ദിവസങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. രഞ്ജിത്ത്. ശരി.